ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്. ഇപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെ ഹേമയും രേവതിയുമായിട്ടുള്ള ഒരു സീനാണല്ലോ ഇന്ന് ലാസ്റ്റ് കണ്ടത്. അങ്ങനെ ഹേമയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഓർഡറാണ് നമ്മുടെ രേവതിക്ക് കിട്ടിയിരിക്കുന്നത്. ഹൈ ക്ലാസ് ഓർഡറാണ്. ഒരു 8 ലക്ഷം രൂപയുടെ എങ്ങാണ്ട് വർക്ക് തന്നെയുണ്ട് രേവതിക്ക്. അപ്പൊ ഹേമയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഹേമ വന്നിട്ട് അയാളെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു, അത് പിന്നെ നല്ല രീതിയിൽ തന്നെ രേവതി വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പൊ അത് കണ്ട് ആണ് ഞാൻ രേവതിനെ ഇങ്ങോട്ടേക്ക് എടുത്തതെന്ന് പറയുമ്പം ഇവള് കാരണം എന്റെ വർക്ക് മുഴുവൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, അത് എന്റെ കഴിവല്ലേ ഹേമയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഹേമയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതെ ഹേമ, അല്ല എന്നേക്കാളും പ്രായം കൂടുതലൊക്കെ ആയിരിക്കാം തനിക്ക്, പക്ഷെ എനിക്കും തനിക്കും തമ്മിൽ എന്താ ബന്ധമുള്ളത്? ഞാൻ ഹേമയെന്ന് വിളിക്കുന്നതിന് ഒരാളെ പേര് വിളിക്കുന്നതിന് എന്താണ് ഇത്ര കുഴപ്പമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്നെ ഇതുവരെ ആരും ഹേമ എന്ന് വിളിച്ചിട്ടില്ല, എന്നെ എല്ലാവരും ഹേമ മേഡം എന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞപ്പോ അത് എന്റെ ഇഷ്ടമല്ലേ എന്ന് രേവതി ചോദിക്കുകയാണ്. അങ്ങനെ വീണ്ടും വീണ്ടും രേവതിയോട് ഹേമയ്ക്ക് വൈരാഗ്യം ഇങ്ങനെ പൊട്ടി പുറപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ രേവതിക്ക് ആ ഒരു ഓർഡർ കിട്ടുകയും രേവതി ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ രേവതിക്ക് നല്ലൊരു 8ന്റെ പണി കൊടുത്തില്ലെങ്കിൽ തനിക്ക് കിട്ടുന്ന ഓർഡറുകളൊക്കെ രേവതിക്ക് പിന്നെ കിട്ടും, തനിക്ക് ക്യാഷ് ഒന്നും കയ്യിൽ ഉണ്ടാവില്ല, പിന്നെ തനിക്ക് ആ ഒരു രംഗത്ത് എന്താ പറയാ നല്ല രീതിയിൽ നിൽക്കാൻ പറ്റില്ല. രേവതി അതിനൊരു എന്താ വിലങ്ങുതടി തന്നെയാണ് എന്ന് നമ്മുടെ ഹേമയ്ക്ക് മനസ്സിലാകുകയാണ്. അപ്പൊ ഹേമയെ എങ്ങനെയെങ്കിലും രേവതിനെ തകർക്കണം. അവളെ തകർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പഴയ രീതിയിലുള്ള ആ ഒരു ഓർഡറൊക്കെ എനിക്ക് തന്നെ കിട്ടും. ഇവളെ ഇങ്ങനെ കൂടുതൽ നാള് കൊണ്ടുപോകാൻ പറ്റത്തില്ല, മുളയിൽ തന്നെ നുള്ളണം എന്നൊക്കെ പറഞ്ഞ് ഹേമയുടെ ഗുണ്ട മീൻസ് കൂടെ ഉള്ള ആളോട്, ഗുണ്ടകളാണ് ഈ ഹേമയുടെ കൂടെ ഉള്ളത്, എന്തും ഏതും ചെയ്യും ഹേമയ്ക്ക് വേണ്ടി. അങ്ങനെയുള്ള കുറച്ച് ഗുണ്ടകളുണ്ട്. അപ്പൊ ഇവരോട് പറയുകയാണ്, അപ്പം മേഡം പറഞ്ഞാൽ മതി, അവളുടെ തലയെടുക്കണോ, അവളുടെ കാലെടുക്കണോ, കൈ എടുക്കണോ, എല്ലാം ഞങ്ങൾ എടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ ഞാൻ പറയാം, ഏതായാലും തലയും കൈയും കാലൊന്നും എടുക്കണ്ട, അവള് ഈ ഒരു ഓർഡർ നല്ല രീതിയിൽ ചെയ്യാൻ പാടില്ല, ഇത് നമ്മൾ വേണം നശിപ്പിക്കാനായിട്ട്, അവള് ഇനിയിപ്പം കൂടുതലൊന്നും ഉയരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിനെ നശിപ്പിക്കാനുള്ള തീരുമാനങ്ങളൊക്കെ ഹേമ എടുക്കുന്നുണ്ട്. അപ്പൊ രേവതിക്കും സച്ചിക്കും ശത്രുക്കളും കൂടി വരികയാണ് കേട്ടോ ഓരോന്നായിട്ട്. ഏതായാലും ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്റണീനെയാണ്. അപ്പൊ ആന്റണിയോട് ആ ഗുണ്ടകളെല്ലാം കൂടെ ചെന്ന് പറയാണ്, അത് പിന്നെ ബോസെ അവൻ രക്ഷപ്പെട്ടു, അവനും അവന്റെ വണ്ടിയും ഒക്കെ രക്ഷപ്പെട്ടു, എന്താ പറയാ നമ്മളെ വെറുതെ ചെയ്തതായി പോയി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. നമ്മൾ ചെയ്തതെല്ലാം വെറുതെ ആയി ബോസ്, അവനിപ്പം ദേ രക്ഷപ്പെട്ട് നടക്കുകയാണെന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും ആന്റണിക്ക് ദേഷ്യം വന്നു കേട്ടോ. ഇതെല്ലാം നിങ്ങളുടെ കഴിവുകേടാണ്, അവനെ എങ്ങനെയെങ്കിലും കൊല്ലാൻ ഞാൻ പറഞ്ഞതല്ലായിരുന്നു, അവൻ മുടിഞ്ഞു പോയില്ലെങ്കിൽ എനിക്കാണ് അതിന്റെ ഒരു ദോഷം, എന്നെ ഇപ്പൊ ഇവിടെ ആർക്കും പേടിയില്ലാതായത് അവളും അവനും കാരണമാണ്. ആ രേവതി എന്ന് പറയുന്നവൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയില്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ ബോസ് നമുക്ക് വേറെ എന്തെങ്കിലും അടുത്ത വഴി നോക്കാന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പം നമ്മുടെ ആന്റണി പറയുന്നുണ്ട്, എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ, അവനെ ഇങ്ങനെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് വല്ലാത്തൊരു പ്രശ്നം തന്നെ ആയി മാറിയിരിക്കുകയാണ്, നമുക്ക് എന്റെ ബിസിനസ് ഒക്കെ തകരാനായിട്ട് അവനൊരു കാരണക്കാരൻ തന്നെയാണ്, എന്നെ ഇപ്പൊ ആർക്കും പേടിയില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് പലിശയൊന്നും വലിയ കാര്യമായിട്ട് കിട്ടുന്നില്ല, അതിൽ നിന്ന് എനിക്ക് ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ട്, മാത്രമല്ല ആ രേവതി അവളെയും ഒരു പാഠം പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആന്റണി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്താണ് ഭാമ ആ വിവരം അറിയുന്നത്. ഭാമയുടെ അടുത്തേക്ക് ചന്ദ്ര ചെല്ലുകയാണ് കേട്ടോ. അപ്പൊ ചന്ദ്ര ഭാമയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചന്ദ്ര ഭാമയോട് പറയുക, അല്ല നീ ഒരു കാര്യം അറിഞ്ഞായിരുന്നോ, ആ സച്ചിൻ രേവതിയും കൂടെ പോലീസ് സ്റ്റേഷനിൽ കയറി അവന്റെ വണ്ടി ഉണ്ടല്ലോ, ആരോ ബ്രേക്ക് തകർത്തിട്ട് എവിടെയോ ചെന്ന് ഇടിക്കേണ്ടതായിരുന്നു, ഒരു പോലീസുകാരനെ ഇടിച്ചു, പോലീസുകാരന്റെ വണ്ടിക്കിട്ട് ചെന്ന് ഇടിച്ചു, ലാസ്റ്റ് വലിയ കേസൊക്കെ ആയായിരുന്നു, ഞാൻ ഓർത്തത് അതോടുകൂടി അവന്റെ ലൈസൻസ് റദ്ദാകുന്നു, പക്ഷെ എന്ത് ചെയ്യാൻ, ആ രേവതി ഉണ്ടല്ലോ അവൾ അല്ലെങ്കിൽ ഒരു വിലക്ക് അവള് ചെന്ന് അവനെ പുഷ്പം പോലെ ഇറക്കിക്കൊണ്ട് വന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭാമ ചോദിച്ചു, എന്താ ചന്ദ്രേ, സച്ചിയുടെ വണ്ടിയുടെ ബ്രേക്ക് പോയെന്നോ? ആ അവന്റെ വണ്ടിയുടെ ബ്രേക്ക് പോയി, ആരോ മനഃപൂർവ്വം ചെയ്താന്നാ പറയുന്നത്, ആർക്കറിയാം, ആര് മനഃപൂർവ്വം ചെയ്യാനാ, അവന്റെ വണ്ടിയുടെ ബ്രേക്ക് കളഞ്ഞിട്ട് ഇപ്പൊ ആർക്ക് എന്ത് കിട്ടാനാ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഭാമ ചിന്തിക്കുകയാണ് കേട്ടോ. അന്നാ താക്കോല് നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ എടുത്തു കൊടുത്തതും ശ്രുതിയാണ് അപ്പൊ ഇതിന് പിന്നിലെന്ന് ഭാമയ്ക്ക് മനസ്സിലാവുക. പക്ഷെ ഭാമ ഇതൊന്നും പറയുന്നില്ല. അപ്പൊ ഭാമ ചോദിക്കുന്നുണ്ട്, അല്ല സച്ചിയും രേവതി എന്ത് തീരുമാനിച്ചു, ബ്രേക്ക് കളഞ്ഞത് ആരാണെന്ന് വല്ലോം ഇനിയിപ്പം തപ്പി കണ്ടുപിടിക്കാൻ നടക്കുകയാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവന്റെ സ്വഭാവം അറിയത്തില്ലേ ഭാമേ, അവൻ ഉടനെ തന്നെ കണ്ടുപിടിക്കും, അത് ഉറപ്പാണ്,
ആരാണെങ്കിലും അവർക്ക് നല്ല ഗോളായിരിക്കും. സച്ചിയുടെ കയ്യിലല്ലേ കിട്ടാൻ പോകുന്നത്. ഏതായാലും എന്റെ സുതിമോനും അല്ല ഞാനും അല്ല. ഇനി ആരാന്ന് ആർക്കറിയാം. അവന് പുറത്ത് ഒരുപാട് ശത്രുക്കളുണ്ടല്ലോ. അവന് എല്ലാവരെയും തല്ലി അടിച്ചും വെട്ടി കൊന്നും ഒക്കെ നടക്കല്ലേ. അപ്പൊ അവന് ഒരുപാട് ശത്രുക്കളുണ്ടല്ലോ. അപ്പൊ അവരിൽ ആരെങ്കിലും ഒക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഭാമയാണെങ്കിൽ പേടിക്കാണ് കേട്ടോ. സച്ചിയുടെ ഒരു ഒറ്റ ഞെക്കിനേ ഉള്ളൂ നമ്മുടെ ഭാമ തീർന്ന്. ഈ വയസ്സാം കാലത്ത് സച്ചിയുടെ കൈ കൊണ്ട് മരിക്കാനാണോ ദൈവമേ എന്റെ വിധി എന്ന് ഓർത്ത് സങ്കടപ്പെടുന്നു. ഏതായാലും പെട്ടെന്ന് നമ്മുടെ ഭാമയുടെ ഭാവമൊക്കെ അങ്ങ് മാറിയപ്പോഴത്തേക്കും ചന്ദ്രൻ ചോദിക്കുകയാണ്, അല്ല എന്ത് പറ്റി ഭാമയെ, നിനക്കൊരു പേടി പോലെ തോന്നുന്നത് എന്താ, നിനക്ക് ഇതിനെ കുറിച്ച് വല്ലതും അറിയാമോ എന്ന് ചോദിച്ചപ്പോ എനിക്കൊന്നും അറിയത്തില്ല, എനിക്കെന്തറിയാനാ, എനിക്കൊന്നും അറിയത്തില്ലെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. ഏതായാലും ഇതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ ഭാമ നേരെ ശ്രുതിയെ ഫോൺ വിളിക്കുകയാണ്. അങ്ങനെ ശ്രുതി എടുത്തിട്ട് എന്താ ആന്റി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, എടി ഭയങ്കരി, എടി ദുഷ്ടേ, നീ എന്താടി നീ ചെയ്തത്, നീ ആ സച്ചിയുടെ ജീവൻ കളയാൻ വേണ്ടിയാണല്ലേടി എന്റെ കൈയും കൊണ്ട് ആ താക്കോല് നീ മേടിച്ചത്. നീ കാരണം ഇപ്പൊ ഞാനും കൂടെ പോലീസ് പിടിയിലാവുന്ന എനിക്ക് തോന്നുന്നത്. എന്താടി നീ കാണിച്ചത്, നീ ഇത്രയ്ക്ക് വലിയൊരു ദുഷ്ട സ്ത്രീ ആയിരുന്നോടി എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ ആന്റി ഒരിക്കലും ബ്രേക്ക് പൊട്ടിക്കാനൊന്നും അല്ല, ബ്രേക്ക് കളയാനൊന്നും അല്ല ഞാൻ ആ താക്കോല് തരാൻ പറഞ്ഞത്, ഞാനല്ല അതിന്റെ പിന്നിലെന്ന് പറയുമ്പോൾ, നീ അല്ലെങ്കിൽ പിന്നെ ആരാടി, ആ താക്കോല് നിന്റെ കയ്യിലല്ലടി ഞാൻ കൊണ്ടു തന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഭാമി ആന്റി പേടിക്കൊന്നും വേണ്ട, ഒന്നും പറ്റത്തില്ലെന്ന്, ഒന്നും സംഭവിക്കത്തൊന്നുമില്ല, ഭാമി ആന്റി ഒന്നും അറിയാത്ത പോലെ അങ്ങ് ഇരുന്നാ മതി എന്ന് പറയുമ്പോൾ, നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ പ്രശ്നങ്ങളാടി ഇപ്പൊ അഭിമുഖീകരിക്കുന്നത്, എനിക്ക് വയ്യ, ഇതിലും ഭേദം ഞാൻ ഈ ഭാനിക്കെട്ട് തൂക്കി ചാവുന്നതായിരുന്നു നല്ലത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഭാമ പറയുമ്പോഴത്തേക്കും ശ്രുതി സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ പെട്ടെന്ന് മീന വന്നിട്ട് ശ്രുതിയോട് ചോദിക്കുകയാണ്, എന്താ അടിയെന്ന് ചോദിച്ചപ്പം, ആ ഭാമയില്ലേ, ഭാമയാന്റി ഭാമയാന്റി വിളിച്ചിട്ട് സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നും ഓരോന്നൊക്കെ പറയുന്നുണ്ടെന്ന് പറയുമ്പോ, എങ്ങനെ പറയാതിരിക്കും, നീ കാരണം എത്ര പേരടി കുലുങ്ങുന്നത്. ഇനിയിപ്പം സച്ചിയും രേവതിയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേസന്വേഷണം തെളിഞ്ഞാലേ നീയും ഭാമയും ആന്റണിയൊക്കെ കുടുങ്ങത്തില്ലേ. ഇടി എന്തിനാടി ആ പാവൻ സ്ത്രീയെ ഈ വയസ്സാം കാലത്ത് ഇതിന്റെ കൂട്ടത്തിലിട്ട് കുഴയ്ക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ആ സ്ത്രീയെ ഇതിന്റെ കൂട്ടത്തിട്ട് കുഴച്ചൊന്നും അല്ലല്ലോ, വേറെ എന്ത് രീതിയിൽ ഞാൻ ആ വീട്ടിൽ നിന്ന് താക്കോലെടുക്കും. എന്നിട്ട് ഇപ്പൊ എന്താടി പറ്റിയത്, ഇതാ പറയുന്നത്, കള്ളവും കൗശലവും ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ അധികം നാൾ അതിന് ആയുസ് കാണത്തില്ലടി എന്നൊക്കെ. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, നീ ഒന്നും മിണ്ടാതിരിക്കും, നീ എന്റെ തലയിൽ ചൂട് പിടിപ്പിക്കാതെ, ഇപ്പം ആകെപ്പാട് ഞാൻ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാ, നീ ഇനി പെടാൻ കിടക്കുന്നതല്ലേടി ഉള്ളൂ, ഇനിയെങ്കിലും നീ സത്യസന്ധമായിട്ട് ജീവിക്കാൻ നോക്ക്, അല്ലെങ്കിൽ നിനക്ക് തന്നെ ആയിരിക്കും ആപത്ത്. നിനക്ക് സുധിയെ ഇഷ്ടമാണെങ്കിൽ, സുധിയുടെ കൂടെ ജീവിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് നേർവഴിക്ക് നീ എങ്ങനെയെങ്കിലും നോക്കാൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മീര നീ എന്തെങ്കിലും കാണിക്കുന്നു പറഞ്ഞങ്ങ് മാറിപ്പോവുകയാണ് കേട്ടോ. അങ്ങനെ ആന്റണീനെ നമ്മുടെ ശ്രുതി വിളിക്കുന്നുണ്ട്. ശ്രുതി വിളിച്ചിട്ട് ആന്റണിയോട് പറയാണ്, ആന്റണി എന്താ ആന്റണി ഞാൻ ഈ കേൾക്കുന്നത്, ഇനിയിപ്പം രേവതിയും സച്ചിയും കൂടെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ പിടിക്കില്ലേ, എനിക്ക് ഇതില് യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആന്റണി പറയാണ്, അതിന് നീയല്ലേ എനിക്ക് താക്കോൽ എടുത്തുകൊണ്ട് തന്നത്, അപ്പൊ നീ തന്നെയാണ് ഇതിലെ മുഖ്യ പ്രതി, പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് നീ കുരുങ്ങുന്ന. ഇത് കേട്ടതും നമ്മുടെ ശ്രുതിക്ക് പേടിയായി പോയിട്ട് ശ്രുതി പറഞ്ഞു, ദേ ആന്റണി, ചുമ്മാ വെറുതെ കളിക്കരുതേ, ഞാൻ കളിക്കുന്നതൊന്നും അല്ല, ഏതായാലും നീ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. രണ്ടുപേരും ഒത്തു നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ രണ്ടുപേരും കുരുങ്ങും, നീയും ഞാനും ഒന്നും അറിഞ്ഞിട്ടില്ല, ആരെ പോലീസ് പിടിച്ചാലും അവര് പറയുക, എന്താ പറയുക, ഇപ്പൊ നിന്നെ പോലീസ് പിടിച്ചാൽ നീ എന്നെ ഒറ്റ കൊടുക്കാതിരിക്കുക, എന്നെ പോലീസ് പിടിച്ചാല് ഞാൻ നിന്നെ ഒറ്റ കൊടുക്കാതിരിക്കുക, ഇത് മാത്രമേ ഇനിയിപ്പൊ ഇതിൽ ചെയ്യാനുള്ളൂ എന്ന് പറയുമ്പം, ഇത്രയും വലിയ ഗുലുമാല് കേസാവൂന്ന് അറിയുമായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇതൊന്നും ചെയ്യത്തില്ലായിരുന്നു. ഇതിപ്പം വല്ലാത്തൊരു ഗതികേടായി പോയല്ലോ ദൈവമേ, എന്റെ എവിടെ ചെന്ന് പെട്ടാലും ഈ ഒരു അവസ്ഥയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ വെപ്രാളപ്പെടുകയാണ്. ഏതായാലും സച്ചിയും രേവതിയും കടുത്ത തീരുമാനത്തിൽ തന്നെ എത്തിയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം, തനിക്കുള്ള ശത്രു ആരാണെന്ന് തിരിച്ചറിയണം, ആരാണ്, വീട്ടിൽ തന്നെ ഉള്ളവരാണോ ഇനി ശത്രുക്കൾ, അതോ ഇനി പുറത്തുനിന്ന് ആരെങ്കിലും ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്. അങ്ങനെ നമ്മുടെ സച്ചി ഈ കാര്യം ചെന്ന് സച്ചിയുടെ ടാക്സി സ്റ്റാൻഡിൽ പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും സച്ചിയുടെ വണ്ടി പോയല്ലോ എന്ന് ഓർത്തിരിക്കുകയല്ലായിരുന്നോ. അപ്പൊ സച്ചിയുടെ വണ്ടി കണ്ടതും അവരെല്ലാം ഒരുപാട് സന്തോഷത്തോടു കൂടി ഓടി വന്നിട്ട്, വണ്ടിയൊക്കെ കിട്ടിയല്ലോ സച്ചി, എങ്ങനെ നിനക്ക് വണ്ടി കിട്ടിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, എന്റെ ഭാര്യ ഉള്ളത് കൊണ്ടാണെന്ന് പറയാണ്. അപ്പോഴത്തേക്കും അവിടെ നിൽക്കുന്ന ഒരു കൂട്ടുകാരനുണ്ടല്ലോ, നമ്മുടെ സച്ചിയുടെ മഹേഷ് എന്ന് പറയുന്ന കൂട്ടുകാരൻ, നിന്റെ ഭാര്യ നിന്റെ അനുഗ്രഹം തന്നെയാണ്, അല്ലെങ്കിൽ അവള് നിന്നെ എത്ര തവണയാണ് ഓരോ സ്ഥലത്ത് നിന്നും രക്ഷിച്ചിരിക്കുന്നത്, അവളുള്ളത് കൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഇപ്പം ഈ ഒരു വണ്ടിയായിട്ട് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോ, അതെ അവളുള്ളത് കൊണ്ട് തന്നെയാണ്, അവളില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക്
എന്താ ഇതൊന്നും സാധിക്കത്തില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ രേവതിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. പുകഴ്ത്തി പറയുന്നതല്ല, ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് രേവതിനെ കുറിച്ച് പറയുന്നത്. അപ്പം ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു വിശേഷമാണ്. അപ്പൊ മിസ് ചെയ്ത് കളയരുത്. എല്ലാവരും രാവിലത്തെ ഫുൾ വിശേഷം കേൾക്കാൻ വരണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.